സിസ്റ്റർ സൗമ്യയെക്കുറിച്ച് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ സൗമ്യമായ ഒരു വ്യക്തിയായിരുന്നു സിസ്റ്ററിൻ്റേത്. ഇടവക മതബോധന മേഖലകളിലും ആത്മീയപരമായ എല്ലാ മേഖലകളിലും തീക്ഷ്ണതയോട് പ്രവർത്തിച്ച ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ സൗമ്യ. സഹോദരി നഷ്ടപ്പെട്ട ഒരു വേദനയിലാണ് ഇന്ന് ഈ ഇടവക സമൂഹം മുഴുവൻ. തങ്ങൾക്ക് സൗമ്യ സിസ്റ്റർ ആരായിരുന്നുവെന്ന് പാരിഷ് കൗൺസിൽ സെക്രട്ടറിയായ ജോമോൻ പറയുന്നു. സിസ്റ്റർ സൗമ്യയുടെ രാവിലെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റും അതിനെ തുടർന്നുള്ള മരണവും വളരെ ഹൃദയം നുറങ്ങിയ അവസ്ഥയിലാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഏറ്റവും മനപ്രയാസം നിറഞ്ഞ ദിവസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സിസ്റ്റർ സൗമ്യയെക്കുറിച്ച് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ സൗമ്യമായ ഒരു വ്യക്തിയായിരുന്നു സിസ്റ്ററിൻ്റേത്. നമ്മുടെ ഈ ഇടവക തുടങ്ങിയിട്ട് 25 വർഷമായി. 25 വർഷം മുമ്പ് ഇവിടെ സേവനം ചെയ്തിട്ട് കടന്നുപോയ സിസ്റ്ററായിരുന്നു. അതോടൊപ്പം തന്നെ FSMA നമ്മുടെ കോൺവെൻറ്റ് രൂപീകരണത്തിലും തുടർന്ന് സ്കൂളിൻ്റെയൊക്കെ പ്രവർത്തനത്തിലും നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ സൗമ്യ. അതുപോലെ തന്നെ ഇടവക മതബോധന മേഖലകളിലും ആത്മീയപരമായ എല്ലാ മേഖലകളിലും തീക്ഷ്ണതയോട് പ്രവർത്തിച്ച ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ സൗമ്യ. അതോടൊപ്പം തന്നെ മതബോധന വിഭാഗത്തിലെ സിസ്റ്ററിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരുന്നു. സിസ്റ്റർ ഇവിടെ വന്നിട്ട് ഏകദേശം 8-9 മാസത്തോളമായി. ഈ 9 മാസക്കാലത്തോളം വളരെ ആക്റ്റീവായിട്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്ററിൻ്റെ മരണം നമുക്ക് മാത്രമല്ല ഇടവകയ്ക്കും സ്കൂളിനും ഉൾപ്പെടെ സിസ്റ്ററിനെ അറിയാവുന്നവർക്കെല്ലാം തീരാത്തൊരു വേദനയായിട്ട് ഇന്ന് നിലനിൽക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ 9 മാസത്തിനിടയിൽ സിസ്റ്ററുമായിട്ട് പേഴ്സണലായിട്ട് വളരെ കമ്മ്യൂണിക്കേഷൻ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റർ തിരിച്ചു പോയിട്ട് വന്നതുവരെ ഒരു സിസ്റ്റർ കോൺവെൻറ്റിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും ഇടവക സംബന്ധിക്കുന്ന കാര്യങ്ങളായിട്ടെല്ലാം അഭിപ്രായങ്ങൾ ചോദിക്കുകയും വേണ്ട സഹായങ്ങൾ എപ്പോഴും നമ്മൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇടവകയെ പോലെ തന്നെ നമ്മൾ നേതൃത്വം വഹിച്ചുകൊണ്ട് സിസ്റ്റർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു പോന്നിരുന്നു. അതുപോലൊപ്പം തന്നെ സംസാരത്തിലൊക്കെ വളരെ സൗമ്യത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും ഏതൊരു ആവശ്യത്തിനും സിസ്റ്ററിനെ സമീപിക്കുമ്പോഴും യാതൊരു മടിയുമില്ലാതെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു സിസ്റ്റർ സൗമ്യ. സിസ്റ്ററിൻ്റെ ഈ വിയോഗം എന്നെപ്പോലെ തന്നെ ബാക്കി എല്ലാവർക്കും വളരെ തീരാത്തൊരു വേദനയാണ്. അതോടൊപ്പം തന്നെ സ്വർഗത്തിലിരുന്നുകൊണ്ട് സിസ്റ്റർ നമുക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ശരിക്കും ഒരു സഹോദരി തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും. ആ ഒരു സ്വന്തം സഹോദരി നഷ്ടപ്പെട്ട ഒരു വേദനയിലാണ് ഇന്ന് ഈ ഇടവക സമൂഹം മുഴുവൻ.